ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. എന്നും പൂരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പൂരിയല്ല കേട്ടോ, എന്നാലും അധികം പൂരി തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നലെ എന്നിട്ട് പറയുക പുട്ടായിരുന്നു, മിനിഞ്ഞാന്ന് നൂലപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പൂരിക്കുള്ള മാവൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ശേഷം ഞാൻ പൂരി ഉണ്ടാക്കി എടുക്കണം കേട്ടോ. പിന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട് ഇന്ദു ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കാളിക്കറിയുടെ റെസിപ്പി ഒന്ന് പറയാനായിട്ട്. അപ്പോൾ ഞാനിന്ന് പൂരിയുടെ കൂടെ തക്കാളിക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഞാൻ മസാലക്കറി അല്ലെങ്കിൽ മുട്ടക്കറിയൊക്കെയാണ് റെഡിയാക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും തക്കാളിക്കറിയുടെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളിക്കറിയുടെ റെസിപ്പി അത്രയ്ക്കധികം നല്ല റെസിപ്പിന്ന് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പൂരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ അത് സബോളയൊക്കെ ഒന്ന് വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 സബോള എടുത്തിട്ടുണ്ട്, തക്കാളി 3 തക്കാളി കേട്ടോ. അപ്പോൾ സബോളേനേക്കാളും കൂടുതലായിട്ട് തക്കാളി എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ സബോള നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പ് കൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ് കേട്ടോ. ഒരു തക്കാളി ഇതേപോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞു പോകണം കേട്ടോ തക്കാളി. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, മസാലപ്പൊടിയൊക്കെ ഇത്രയേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. വേറൊരു മസാലപ്പൊടികളോ അല്ലെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എന്തായാലും നമുക്ക് ചാറ് വേണം, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ ചാറ് കിട്ടും കേട്ടോ നമുക്ക്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിക്കായാലും പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുക്കറിൽ ഞാൻ ലിവറാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അത് ഇന്നലെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ അവരോട് പറയാറുണ്ട്, ഞങ്ങൾ ബോട്ടി മേടിക്കാൻ പോകുമ്പോൾ ലിവറും കൂടി മേടിച്ച് തരണം എന്നിട്ട്. അപ്പോൾ അങ്ങനെ എന്നും പറയണേ വെച്ചിട്ട് ആൾ ഇന്നലെ മേടിച്ച് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കുരുമുളകും ജീരകമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉമ്മ രാവിലെ വിളിച്ചു പറഞ്ഞു കുട്ടികൾക്ക് ചിക്കൻ മേടിച്ച് വറുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉമ്മ ഞങ്ങളിവിടെ വിളിച്ച് പറയാറാണ് കേട്ടോ സാധാരണ ചിക്കൻ മേടിക്കാനായിട്ട്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ചിക്കൻ കൊണ്ട് തന്നു. ഉമ്മ അവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ നേരത്തെ തന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഭാഗമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.